മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോഴെൻ്റെ കയ്യിലിരിക്കുന്നത് കരിമഞ്ഞൾ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു മഞ്ഞളാണ്. കരിമഞ്ഞൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ സുപരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മിക്കവാറുമുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ ഇത് ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നോക്കിയിട്ട് ഈ ഇലയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കറുപ്പ് നിറം കാണും. അതാണ് കരിമഞ്ഞൾ എന്ന പേരിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. മറ്റു നമ്മുടെ മഞ്ഞളിലൊന്നും അങ്ങനെയില്ല, ഇല ഈ വ്യത്യാസമില്ല. ഇത് കരിമഞ്ഞളാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നഴ്സറികളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തന്നത് നട്ട് വളർത്തി വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയാക്കിയതാണ്. അപ്പോൾ ഇതിന് ഓൺലൈനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് കിലോയ്ക്ക് വില വരുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇതിന് അത്ര പ്രിയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഹോമങ്ങൾക്കും താന്ത്രിക പൂജകൾക്കും ഒക്കെ വ്യാപകമായിട്ട് എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം നമുക്കെന്തായാലും ഇത് ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ നല്ലതാണ്. കാരണം ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ നമ്മുടെ മറ്റേ മഞ്ഞളിൻ്റെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഭൂമിയിലെ ജലാംശങ്ങൾ, അതായത് വിഷാംശങ്ങളെ, ഭൂമിയിലെ ജലത്തിലും മണ്ണിലും ഒക്കെയുള്ള വിഷാംശങ്ങളെ വലിച്ചെടുക്കാനുള്ള അഭൂതപൂർവമായ ഒരു കഴിവ് ഈ കരിമഞ്ഞളിലുണ്ട്. പിന്നെ മറ്റേ മഞ്ഞളിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, ചെറിയ രീതിയിലുള്ള മുറിവുകളൊക്കെ കരിയാൻ മറ്റേ നമ്മുടെ നാടൻ മഞ്ഞൾ അരച്ച് തേച്ച് കെട്ടിവെച്ചാലും പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും. അതുപോലെ ഇത് അതിലും പെട്ടെന്ന് മുറിവുകൾ കരിഞ്ഞ് കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു മൂട് കരിമഞ്ഞളെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ വിളവെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 2-3 കൊല്ലമെങ്കിലും നിന്നെങ്കിലേ ഇതിൽ നിന്നും നല്ല ആയിട്ടുള്ള വിളഞ്ഞ മഞ്ഞൾ കിട്ടത്തുള്ളൂ. 2-3 കൊല്ലം നിൽക്കണം. അപ്പം നമുക്കിത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തീരുമാനമൊന്നും ഇപ്പോൾ എടുക്കണ്ട. കാരണം കേരളത്തിൽ ഇതിന് മാർക്കറ്റിംഗ് ഒക്കെ അത്ര ദുർലഭമാണ്. പകരം നമ്മുടെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിച്ച് നമുക്ക് പിന്നെ മുറിവ് ഉണക്കുന്നതിനും അതുപോലെ തന്നെ മണ്ണിൽ വെച്ച് പിടിപ്പിച്ച മണ്ണിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്തതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇപ്പം ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കരിമഞ്ഞൾ ചട്ടിയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ്. രീതി എന്ന് പറയുമ്പോൾ ഞാനിത് ചട്ടിയിലാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിചരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ മണ്ണിൽ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ അതിന് ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളിലൂടെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് നട്ടുപിടിപ്പിച്ച് നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെ, അതായത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ വെക്കത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാടൻ മഞ്ഞളിനേക്കാൾ അല്പം കൂടി കരുത്തുള്ള ഔഷധ ഗുണം ഇതിനുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങൊക്കെ മുറിച്ച് നോക്കുന്ന കറുത്ത ഇരിക്കും പകുതി ഭാഗങ്ങൾ. അപ്പം വിഷാംശത്തെ നിർവീര്യമാക്കാനുള്ള ശക്തി ഇതിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിണ്ണയോട് അല്ലെങ്കിൽ നമ്മുടെ വരാന്തയോട് ചേർന്നൊക്കെ ഈ മഞ്ഞൾ 2 എണ്ണമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ 1 എണ്ണമായാലും മതി. ഇതിൽ നിന്നും വരുന്ന ആ വാതകം ആ ചുറ്റുപാടുള്ള വിഷാംശത്തെ നിർവീര്യമാക്കുക എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഇത് ശ്വസിക്കുന്നത് നമ്മൾ ഇതുമായിട്ടുള്ള സമ്പർക്കമൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും, രോഗപ്രതിരോധ ശക്തി നൽകും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മഞ്ഞൾ കിട്ടിയാൽ പിന്നെ നമ്മളത് വെച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്പം വളവും ഇട്ട് കൊടുത്താൽ മതി. നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഒരു കീടരോഗബാധകളൊന്നും ഇതിന് വരത്തില്ല. 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്കിത് കിളച്ചെടുത്തിട്ട് വീണ്ടും വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. കൃഷിയിടങ്ങളിലൊക്കെ അവിടെ ഇവിടെയായിട്ട് 1, 2, 3 നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ രോഗകീടബാധകൾ വെക്കുന്നത് മാത്രമല്ല മണ്ണിലെ ഉള്ള കൃഷിയെ ദ്രോഹിക്കുന്ന, കൃഷിക്ക് ദോഷമുണ്ടാക്കുന്ന വിഷാംശങ്ങളെല്ലാം ഈ നിർവീര്യമാക്കി ചെയ്യും. അപ്പം ഞാനിത് നടാൻ ഉദ്ദേശിക്കുന്ന രീതിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് പിന്നെ ചട്ടിക്കകത്താണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഓടിൻ്റെ കഷ്ണം കൊണ്ട് ഞാൻ ഇതിൻ്റെ കീഴ്ത്തകൾ, അതായത് വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ ഉള്ള കീഴ്ത്തകൾ അടഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ഇലയെന്ന് പറയുമ്പോൾ കരിയിലയാണ്. കരിയെന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ തോലാണ്. വൃക്ഷങ്ങളുടെ തോല് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ മഞ്ഞൾ, ഇഞ്ചി, കച്ചോലം ഇതിനൊക്കെ പച്ചിലവെള്ളമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ കിഴങ്ങുകൾ പിന്നെ വളർന്നു വരാൻ
നല്ല മൃദുലമായിട്ടുള്ള മണ്ണ് വേണം, അതായത് ഇളകിയ മണ്ണ് വേണം. അതുകൊണ്ട് തന്നെ തോല് വെച്ച് നമ്മൾ മണ്ണിടുമ്പോൾ മണ്ണ് സെറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഈ തോലിടുന്നത്. ഇനിയും ചെയ്യുന്നത്, ഈ ഇട്ട മണ്ണിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. അതായത് തോലിൻ്റെ മുകളിൽ അല്പം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു. മണ്ണിട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി വന്നാൽ ഈ മണ്ണ് നമ്മൾ കുറച്ച് വളം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലുപൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അല്പം പിണ്ണാക്ക് വളങ്ങൾ, ഇത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കടലപ്പിണ്ണാക്ക് നല്ലൊരു വളമാണ്, ഏത് കൃഷിക്കും ഉത്തമമാണ്. ചാണകം ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഗുണം ചെയ്താണ്. അതുകൂടാതെ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ കടലപ്പിണ്ണാക്ക് തന്നെ ആവുന്ന ഉറുമ്പ് കയറും. ആ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ചാരമാണ്. ഇത് മൂന്നും കൂടെ ഈ മണ്ണിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഇന്ന് കൂട്ടി ഇളക്കണം. കൂട്ടിയിളക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വേണമെങ്കിൽ 2 ചട്ടിയിൽ നടാനുള്ള വിത്തുണ്ട്. ഞാൻ പക്ഷേ ഒരു ചട്ടിയിൽ നടുകയാണ്. ഇത് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഈ വളം ഇട്ട് കൂട്ടി ഇളക്കിയ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം മണ്ണിട്ട് കൊടുത്തു. ഇതിനാ മണ്ണ് ഉറച്ചു. ഇനി കുറച്ച് കരിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. കാരണം ഈ മണ്ണ് സെറ്റായി കട്ടിയായി പോകാതിരിക്കാനും ഈ കരിയില അഴുകുന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വളമായിട്ട് കിട്ടാനും കൂടുതൽ മഞ്ഞൾ ഉണ്ടാകാനും ഒക്കെയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നടീൽ രീതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, വെള്ളം, ഈ ഇഞ്ചി, കച്ചോലം, മഞ്ഞൾ, ഇതിനൊക്കെ ഇഷ്ടംപോലെ വെള്ളം ആവശ്യമാണ്. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ നമ്മൾ ആവശ്യമുള്ള വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും, അതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. പിന്നെ ഇതുപോലെ മറ്റുള്ള മഞ്ഞളിനെ വിട്ട് ഓരോ വർഷവും നമുക്കിത് മാറ്റിയെടുക്കാനോ കളിച്ചെടുക്കാനോ ഒക്കത്തില്ല. 2-3 കൊല്ലമെങ്കിൽ നിന്നെങ്കിലേ അതിന് അതിൻ്റെതായ ഗുണം ഉണ്ടാകത്തുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള കൃഷിരീതികൾ, അതായത് നമുക്കൊരു വീട്ടിൽ ഒരാൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത്തരത്തിലുള്ള കൃഷികൾ, അത് പലതരം ഔഷധസസ്യങ്ങളാവാം, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളാവാം, പച്ചക്കറികളാവാം, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള രീതികളാണ് നമ്മൾ ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷികൾ കാണാൻ, ഈ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ വന്ന് എൻ്റെ വീഡിയോ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.